യേശുവിനോട് കൂടെ യാത്ര ചെയ്യുന്ന നിങ്ങൾ, അനുദിന ക്രൂശുകളെ ചുമക്കുന്ന നിങ്ങൾ, ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അത് വചനത്തിന് പുറത്തുള്ളതല്ല, അത് വചനത്തിന് അകത്തുള്ളതാണ്. ആ വചനം നിങ്ങളോടാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഇത് പ്രോസ്പെരിറ്റി തിയോളജി അല്ല. യേശുവിന്റെ ക്രൂശ് ചുമന്നവനെ അനുഗ്രഹിച്ച ദൈവ പദ്ധതിയാ. യേശു ഭയങ്കര അവശനാണ്. കാരണം ഒത്തിരി അടികൾ കൊണ്ട്, കുടിക്കാൻ വെള്ളമില്ല, ഒത്തിരി വിസ്താരങ്ങൾ നടന്നു. അവസാനം യേശുവിനെ ക്രൂശിക്കാനായിട്ട് പീലാത്തോസ് വിധിച്ചു. പീലാത്തോസിന്റെ വിധിയാൽ യേശുവിനെ ക്രൂശിച്ചു. യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു വലിയ ക്രൂശ് യേശുവിന്റെ ചുമലിൽ വെച്ചു കൊടുത്ത് ഗോൽഗോഥാ കുന്നിലേക്ക് യേശു കർത്താവ് നടക്കുകയാണ്. കൂടെ റോമൻ പടയാളികളുണ്ട്. ചില ജനക്കൂട്ടം യേശുവിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അകലം വിട്ട് അനുഗമിക്കുന്ന യേശുവിന്റെ ശിഷ്യന്മാരുണ്ട് ചിലർ. യേശു തളർന്ന് വീഴുവാനായിട്ടിടയായി. ഈ ക്രൂശുഭാരവും ചുമന്നുകൊണ്ട് യേശു കർത്താവ് യാത്ര ചെയ്യുമ്പോൾ തനിക്ക് വയ്യ, ഇത് വഹിക്കാൻ വയ്യ. അതിനപ്പുറത്ത് വലിയ ഭാരമായി തനിക്ക് താൻ തളർന്ന് കുഴഞ്ഞു വീഴുകയാണ്. അബോധാവസ്ഥയിലല്ല, ബോധത്തിൽ തന്നെ താൻ ഇനി മുന്നോട്ടൊരടി നടക്കാൻ വയ്യാത്ത അവസ്ഥയിൽ താഴെ വീഴുമ്പോൾ കൂടെ നിന്ന് പടയാളികൾ ഇങ്ങനെ ചുറ്റും നോക്കിയപ്പോൾ ഒരു കറുത്ത വർഗക്കാരനായിരിക്കുന്ന, കുറേനക്കാരനായിരിക്കുന്ന ഷീമോൻ എന്ന് പേരുള്ള ഒരുത്തൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ വിളിച്ചു, ഇങ്ങ് വാ. ആ മനുഷ്യൻ ആരോഗ്യം കൊണ്ട് നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ. ആ മനുഷ്യനെ വിളിച്ച് യേശുവിന്റെ ചുമലിൽ വെച്ചു കൊടുത്ത ഭാരമേറിയ ആ കുരിശിനെ ഈ മനുഷ്യന്റെ, കുറേനക്കാരനായിരിക്കുന്ന ഷിമോൻ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ചുമലിൽ അവരെല്ലാവരും എടുത്തു വെച്ചു കൊടുത്തിട്ട് യേശുവിനോടൊപ്പം ഗോൽഗോഥാ കുന്നിലേക്ക് നടത്തിച്ചു. അല്പസമയങ്ങൾ മാത്രം യേശുവിന്റെ ക്രൂശ് ചുമന്നതായിരിക്കുന്ന കുറേനക്കാരനായ ശീമോനെയും അവന്റെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിച്ചു. ആ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് മാറ്റമില്ല. ക്രിസ്തുവിലേക്ക് കണക്ട് ചെയ്ത ദൈവത്തിന്റെ അടുക്കൽ വരുന്ന ഒരു ദൈവമൈതലിനെ ദൈവം അനുഗ്രഹിക്കും. നിന്റെ താഴ്ച മാറും, നീ ഉയർച്ച പ്രാപിക്കും. ഇന്നത്തെ അന്തരീക്ഷം ചേഞ്ച് ആകും കേട്ടോ. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഇന്നത്തെ നിന്റെ അന്തരീക്ഷം ചേഞ്ച് ആകും. നീ പോലും അറിയാത്ത ഒരു ലിഫ്റ്റിംഗ് നിന്റെ ലൈഫിലേക്ക് നടക്കും. ഇന്നലകളിൽ നീ കരഞ്ഞതിന് ദൈവം നിന്നെ ഉയർത്തുന്നത് നീ കാണൂ.